ആലുവയിൽ നമ്മുടെ 2 ബൈബിൾ കൺവെൻഷൻ നിന്നു. അവിടെ വെച്ചാണ് കൺവെൻഷൻ കൂടിയത്. കർത്താവ് നൽകി. എത്രാം വർഷമാണ് ഈ കുഞ്ഞുണ്ടായത്? 6ാമത്തെ വർഷം ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിൻ്റെ പേരെന്താ? എലിസബത്ത്. ഒരു കയ്യടി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. 2012 ഡിസംബർ 31 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ 1.5 വർഷത്തോളം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ സെറ്റിൽഡായി. കുട്ടികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ആദ്യം കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 1-2 കൊല്ലം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുട്ടികളായില്ല. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഡോക്ടറെ കാണാൻ പറഞ്ഞ് ഞങ്ങൾ ആലുവ കാർമൽ ഹോസ്പിറ്റലിലാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും വേറെ കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഇല്ല, ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ചെറിയ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മതി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള മെഡിസിൻ മാത്രമേ ഞങ്ങൾ കഴിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ കുട്ടികളാവാണ്ടായി കഴിഞ്ഞപ്പോൾ IUI എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്തു. അപ്പോൾ എന്നിട്ടും അതിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല, അതുകൊണ്ട് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാപ്രോസ്കോപ്പി ഒരു കീ ഹോൾ സർജറിയാണ്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കത് കേട്ടപ്പോൾ. കാരണം അങ്ങനെ വലിയ സർജറിയോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ദൈവം ഞങ്ങൾക്ക് തരണം എന്നുള്ള ഭയങ്കര പ്രാർത്ഥനയും വിശ്വാസമായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. 2018 മാർച്ചിൽ ബൈബിൾ കൺവെൻഷൻ ആലുവയിൽ വന്നപ്പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടി. അപ്പോൾ ലാസ്റ്റ് 2 ദിവസമേ കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രദർ തലയിൽ കഴിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഒന്നുകൂടി ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ കൂടിയ സമയത്ത് ഒരു ചേച്ചി ഇതേ എൻ്റെ അനുഭവം തന്നെ. അപ്പോൾ ഞാനും വിചാരിച്ചു അത് തന്നെ എനിക്ക് സംഭവിക്കണം. അവർക്കും ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ധ്യാനം കൂടി 2 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികളായി. അപ്പോൾ അത് തന്നെ എനിക്ക് സംഭവിക്കണമെന്ന് ഞാൻ അവരോട് പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു 2 മാസം എന്തായാലും കഴിഞ്ഞിട്ടേ ഞാൻ കാണുകയുള്ളൂ. 2ാം മാസമാണ് ഞാൻ പ്രഗ്നൻ്റായി. ഡോക്ടറിനെ കാണാനായിട്ട് 3-4 മാസത്തോളം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയൊന്നും ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ദൈവം തന്നെ ഞങ്ങൾക്ക് തന്നതാണ്. 2019 ജനുവരി 8 മോളുണ്ടായി. ഞങ്ങൾ എലിസബത്ത് എന്ന് പേരിട്ടു. ദൈവത്തിന് നന്ദി. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൺവെൻഷനിൽ ഉറപ്പാണ് കർത്താവിൻ്റെ സ്പർശനമുണ്ടായി. യേശു തൊട്ടു. 6ാമത്തെ വർഷം അല്ലേ? 6ാമത്തെ വർഷം എലിസബത്തിനെ കർത്താവ് കൊടുത്തു. ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ വിടുതല.